ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നെയ്മീൻ കറി റെസിപ്പിയുമായിട്ടാണ്. തേങ്ങ അരച്ച മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, കിടിലൻ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. മീൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത് മൺചട്ടിയാണ്. മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതില്ലാന്നാണെങ്കിൽ നിങ്ങൾ സാധാ പാത്രം എടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കുക. ഒന്നുകിൽ ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കുക, അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ട കേട്ടോ. ഇതിലോട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതി, അല്ലെങ്കിൽ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. കുറച്ച് മാത്രം എടുത്താൽ മതി. വെളുത്തുള്ളി കുറച്ച് അധികം ആയാലും ഇഞ്ചി ചെറിയൊരു പീസ് മതി കേട്ടോ. ഒരുപാട് ഇഞ്ചി എടുക്കണ്ട. ഇനി നമുക്ക് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് അധികം വേണ്ടി വരും. അപ്പോൾ എണ്ണ ചൂടായ ശേഷം ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഉലുവ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട. ഇനി അതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഒന്ന് നടുവേ കീറിയത് 2 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുളക് 2 എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴണ്ട് വരണം. നല്ലോണം കളറൊക്കെ ഒന്ന് മാറിക്കോട്ടെ. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത്. അതാണ് നമ്മുടെ മീൻ കറിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഞാനൊരു 2 പിടിയോളം ചെറിയ ഉള്ളി തൊലിച്ചത് ഒന്ന് ഇതുപോലെ ചോപ്പറിലൊന്നും ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചോപ്പർ ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറുണ്ടല്ലോ, അതിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. വല്ലാണ്ട് പേസ്റ്റ് ആക്കരുത് കേട്ടോ. അപ്പോൾ ചോപ്പറിൽ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ആക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഞാൻ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആദ്യം ചേർത്ത ചേരുവകളൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലോണം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതപ്പോൾ ലാസ്റ്റ് ചേർത്തിട്ടുള്ളത് ചോപ്പറിലല്ലാണ്ട് നമ്മൾ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിൽ ഒന്ന് അതിൻ്റെ ക്രഷ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ടാവും അത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോപ്പറിലാണ്. ഇനി അതില്ലെങ്കിൽ കുഴപ്പമില്ല, ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലാക്കിയാൽ മതി. ഇനി അത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം, ആ ഒരു പച്ചച്ചുവക്കെ ഒന്ന് പോകണം. എന്നിട്ട് നമ്മളിതിലോട്ട് ബാക്കി ചേർക്കുന്നുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു സ്റ്റേജൊക്കെ നമ്മൾ പെട്ടെന്ന് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് സാവകാശം വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം വഴണ്ട് വരണം. അതായത് നമ്മൾ കറി ഒഴിക്കുന്ന സമയത്ത് അതിൽ കഷ്ണങ്ങളുണ്ടെന്നൊന്നും മനസ്സിലാവരുത്. അതായത് ഉള്ളിയുടെ കഷ്ണങ്ങളൊന്നും കാണാൻ പാടില്ല. അതുപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 2 തക്കാളി അതും ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിൽ ഒന്നും അങ്ങോട്ട് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, നേരെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ വരുന്ന കറിയാണ്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് നല്ലോണം ഒന്ന് കുക്കാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് മസാലപ്പൊടികളൊന്ന് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു 3.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണ് നിറയെ മല്ലിപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിലോട്ട് നമ്മൾ മസാലപ്പൊടികൾ നേരെ ഇട്ട് കൊടുക്കുമ്പം നന്നായിട്ട് കുക്കാവാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം പെർഫെക്റ്റ് ആവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഏത് കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പം നല്ലതാവും കേട്ടോ. അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല തിക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് നല്ലോണം ഉടഞ്ഞ് വരണം. അപ്പോൾ ഇതെല്ലാം നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം നിങ്ങൾക്ക് കറിയിൽ കാണാൻ പറ്റും. നല്ല കളറും ഉണ്ടാവും, നല്ല തിക്കായിട്ടുണ്ടാവും, നല്ല കുറിയ ചാറോട് കൂട്ടിയിട്ടുള്ള മീൻ കറി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മസാലപ്പൊടീൻ്റെ ആ ഒരു മിക്സിയിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് കുക്കായിക്കോട്ടെ. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അടിയിൽ പിടിക്കാണ്ട് നോക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ പുളി എടുത്തത് കാണിക്കാൻ വിട്ടുപോയി. പുളിക്ക് ആവശ്യമുള്ള, നമ്മൾ കറിയിലോട്ടുള്ള പുളിക്ക് ആവശ്യമുള്ള പുളി അത്ര എടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് പുളി എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് നന്നായിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പുളി ചേർത്ത് പാടെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഉപ്പ് കുറവ് പോലെ തോന്നും. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കറിയുടെ ബേസ്.
അപ്പോൾ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം. ഈ ഒരു സ്റ്റേജിൽ ആണ് നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം എണ്ണ തെളിഞ്ഞ് വന്നാൽ നമ്മുടെ മസാലകളും ബാക്കിയുള്ളതൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂട് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കേണ്ട, കാരണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ പിന്നെയും സമയം പിടിക്കും. അപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വീണ്ടും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചപ്പം പിന്നെയും ഉപ്പ് കുറഞ്ഞ പോലെ തോന്നി, അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം, മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. നെയ്മീൻ ചെറിയ കഷ്ണങ്ങളാക്കിയത്, തലയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറിയിലോട്ട് നമുക്ക് നെയ്മീൻ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അയില, അയക്കുറ, അവോലി അങ്ങനത്തെ മീനുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതുപോലത്തെ മീനുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലർക്ക് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ ഒഴിക്കാത്ത മീൻ കറി ആയിരിക്കും ഇഷ്ടം. അപ്പം ഈ ഒരു സ്റ്റേജ് വരെ തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പിയാണ്. അതെങ്ങനെയെന്ന് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് തേങ്ങ എടുക്കണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് 250 ml 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ആ അരച്ചെടുത്ത തേങ്ങ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാൻ തേങ്ങാപ്പാലായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ മീനിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് കുക്കാവണം. അതിന് ശേഷമാണ് നമ്മളതിലോട്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ അത് ഒരുപാട് തിളപ്പിക്കുന്നൊന്നുമില്ല. അപ്പം ഈ ഒരു മസാലയിലിട്ടിട്ട് നല്ലോണം മീൻ കുക്കാവണം. പിന്നെ മീൻ ഇളക്കി കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവാണ്ട് നോക്കുക, ഉടഞ്ഞു പോവാണ്ട് നോക്കുക. അപ്പോൾ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തേങ്ങ അരച്ച മീൻ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേങ്ങ നല്ലോണം പേസ്റ്റ് പരത്തിൽ അരച്ചെടുക്കണം. തേങ്ങയുടെ അരവ് കുറവുണ്ടെങ്കിൽ നമ്മുടെ കറി നന്നാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നല്ല പേസ്റ്റ് പരത്തിൽ അരച്ചെടുത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരിപ്പയിലൂടെ ആ തേങ്ങാപ്പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലോണം പേസ്റ്റ് പരത്തിൽ അരച്ചെടുത്തിട്ട് നേരെ അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഇതിന് വേറൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. ഇത് കട്ടിയുള്ള തേങ്ങാപ്പാലെന്ന് പറയാനും പറ്റില്ല, നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിപ്പയിലൂടെ ആ തേങ്ങാപ്പാൽ, കട്ടിയുള്ള പാൽ മാത്രം എടുക്കുവാണ്. അപ്പം ആ തേങ്ങയുടെ ഫുൾ ടേസ്റ്റ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ 2 കപ്പ് തേങ്ങ ചിരവിയതിൻ്റെ എന്താ പറയുക, വെള്ളം കുറച്ചൊഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തതിൻ്റെ ആ പാൽ മാത്രമാണ് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം. തിളയ്ക്കാൻ പാടില്ല, ഒരുപാട് തിളയ്ക്കരുത്. തിള വരുന്ന സമയത്ത് നമുക്ക് ഈ കറി ഓഫ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. തിള വരുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കറി. ഇനി നമുക്കിത് വറവിട്ട് കൊടുക്കാനുണ്ട്. അതിനായിട്ടൊരു പാന് ചൂടാക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലോട്ട്. ഇനി അതിലോട്ട് നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. നമ്മുടെ മീൻ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന കുറച്ച് ചേരുവകളും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മൾക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും കൂടി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ പോലെ ആവും. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോളും. പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറിക്ക് മുകളിൽ വറവിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. കറിക്ക് മൊത്തത്തിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കറിയുടെ കളറും നന്നായിട്ട് മാറും. അപ്പോൾ നല്ലോണം ഫ്രൈ ആക്കിയ ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കറി നമ്മളൊരു അരമണിക്കൂറെങ്കിലും അങ്ങനെ അടച്ച് വെക്കണം. അതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫുൾ ഫ്ലേവർ നമ്മുടെ കറിയിൽ കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ കറി ഒന്നുകൂടെ ഒന്ന് കുറുകി വരും ചെയ്യും. അപ്പോൾ ഞാൻ ഉടൻ തന്നെ സെർവ് ചെയ്യാൻ പോവുകയാണ്. എപ്പോഴും ഫിഷ് കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം അങ്ങനെ അടച്ച് വെക്കണം. അപ്പോഴാണ് ആ കറിയുടെ ബെസ്റ്റ് ടേസ്റ്റ് വരിക. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ മീൻ കറി എന്നും പറയാം വേണമെങ്കിൽ, അല്ലെങ്കിൽ തേങ്ങ അരച്ച മീൻ കറി എന്നും പറയാം. എന്തോ ആവട്ടെ, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ വരുന്നൊരു കറിയാണ് കേട്ടോ. ഞാൻ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചട്ടിലോട്ട് മാറ്റുവാണ്. നല്ല അധികം കട്ടിയില്ല, എന്നാൽ ലൂസും അല്ല, അങ്ങനത്തെ ഒരു കറിയാണ്. വല്ലാണ്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ അതിലോട്ട്.
അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അടിപൊളി ടേസ്റ്റ് ആട്ടോ. പ്രത്യേകിച്ച് പറയാൻ കാരണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ് ആയിരിക്കും നമ്മുടെ കറിക്ക്. പിന്നെ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് മീൻ കറിക്ക് ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പം ഇനി ഒന്നും പറയാനില്ല, കിടിലൻ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക്